കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത വിധം ഭരണകൂടത്തിന്റെ അഹങ്കാരത്തിനും മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിനും ജനങ്ങൾ ബാലറ്റിലൂടെ കനത്ത പ്രഹരം നൽകിയിരിക്കുന്നു. തുടർച്ചയായ മൂന്നാം ഊഴം എന്ന അതിമോഹവുമായി തെരഞ്ഞെടുപ്പിനെ നേരിട്ട ഇടതുമുന്നണി UDFന്റെ അതിശക്തമായ തരംഗത്തിൽ കടപുഴകി വീഴുന്ന കാഴ്ചയാണ് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളിൽ ദൃശ്യമാകുന്നത്. പിണറായി വിജയൻ എന്ന വ്യക്തി കേന്ദ്രീകൃതമായ ഭരണശൈലിക്കും ജനങ്ങളെ വെല്ലുവിളിക്കുന്ന രീതിക്കും കേരളം നൽകിയ ഈ തിരിച്ചടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാനത്തെ അന്ത്യത്തിന്റെ തുടക്കമായാണ് വിലയിരുത്തപ്പെടുന്നത്. ഭരണ തുടർച്ച നൽകിയ അമിത ആത്മവിശ്വാസത്തിൽ പാർട്ടിയിലെ ജനകീയ മുഖങ്ങളെ വെട്ടിനിരത്തിയ പിണറായിയുടെയും സംഘത്തിന്റെയും തന്ത്രങ്ങൾ അമ്പെ പരാജയപ്പെട്ടു. കണ്ണൂരിലെ കരുത്തരായ P. ജയരാജൻ, EP. ജയരാജൻ, AV. ജയരാജൻ തുടങ്ങിയ നേതാക്കളെ പടിക്ക് പുറത്താക്കിയതും ഒതുക്കിയതും പാർട്ടി ഗ്രാമങ്ങളിൽ പോലും വലിയ വോട്ട് ചോർച്ചയ്ക്ക് കാരണമായി. ജനകീയ അടിത്തറയുള്ള നേതാക്കളെ മാറ്റി നിർത്തി യഥാർത്ഥ കമ്മ്യൂണിസം മറന്നുള്ള പിണറായിയുടെ പോക്ക് തിരിച്ചടിച്ചുവെന്ന് ഫലങ്ങൾ തെളിയിക്കുന്നു. കോവിഡ് കാലത്ത് ജനമനസ്സുകളിൽ ഇടം നേടിയ KK ശൈലജ ടീച്ചറെ പോലെയുള്ള നേതാക്കളെ ബോധപൂർവം മാറ്റി നിർത്തിയത് സ്ത്രീ വോട്ടർമാരെ പാർട്ടിക്കെതിരെ തിരിച്ചു. വ്യക്തിപ്രഭാവമുള്ള നേതാക്കൾ ഉയർന്നു വരുന്നത് തടയാൻ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനും മുഖ്യമന്ത്രിയും ചേർന്ന് നടത്തിയ നീക്കങ്ങൾ തിരിച്ചടിയായി. പാർട്ടിയുടെ നട്ടെല്ലായിരുന്ന പഴയകാല നേതാവ് G. സുധാകരനെ പരസ്യമായി അപമാനിച്ചതും ഒതുക്കിയതും മധ്യകേരളത്തിൽ CPMന്റെ അടിത്തറ ഇളക്കി. മുഖ്യമന്ത്രിയുടെ വാക്കുകളിലും പ്രവൃത്തിയിലും നിഴലിച്ച ധാർഷ്ട്യമാണ് ഈ പരാജയത്തിന്റെ പ്രധാന കാരണമെന്നതിൽ തർക്കമില്ല. ജനകീയ പ്രശ്നങ്ങളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് വീട്ടിൽ പോയി ചോദിക്കൂ എന്ന മട്ടിലുള്ള പരിഹാസങ്ങൾ ഓരോ സാധാരണക്കാരനെയും ചൊടിപ്പിച്ചു. ജനങ്ങളെ ഭൃത്യന്മാരായി കാണുന്ന ഈ ശൈലിക്ക് കേരളത്തിലെ പ്രബുദ്ധരായ വോട്ടർമാർ നൽകിയ ഷോക്ക് ട്രീറ്റ്മെന്റായി UDFന്റെ ഈ വമ്പിച്ച വിജയത്തെ കാണാം. അധികാരത്തിന്റെ ഗർവ് തലയ്ക്ക് പിടിച്ച നേതാക്കൾക്കുള്ള അന്ത്യശാസനമാണിത്. പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ MV ഗോവിന്ദൻ ആവിഷ്കരിച്ച സകല തന്ത്രങ്ങളും തകർന്ന് തരിപ്പണമായി. ജനകീയ പ്രതിരോധ ജാഥകളും മറ്റ് പ്രചരണ പരിപാടികളും വെറും പ്രഹസനങ്ങളായി മാറി. പാർട്ടിക്കുള്ളിലെ അതൃപ്തി പരിഹരിക്കുന്നതിനോ സാധാരണക്കാരുടെ വികാരം ഉൾക്കൊള്ളുന്നതിനോ ഗോവിന്ദന് സാധിച്ചില്ല. പിണറായിയുടെ നിഴലായി മാത്രം പ്രവർത്തിച്ച സെക്രട്ടറിക്ക് പാർട്ടിയെ ഈ തകർച്ചയിൽ നിന്ന് രക്ഷിക്കാനായില്ല എന്നത് MV ഗോവിന്ദന്റെ കൂടി വ്യക്തിപരമായ പരാജയമാണ്. ദേശീയ തലത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം നേരിടുന്ന അന്ത്യത്തിന് കേരളം സാക്ഷ്യം വഹിക്കുകയാണിപ്പോൾ. ഇന്ത്യയെ കമ്മ്യൂണിസ്റ്റ് മുക്തമാക്കുക എന്ന ലക്ഷ്യത്തിലേക്കുള്ള നിർണായക ചുവടുവെപ്പായി ഈ ഫലത്തെ രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. പശ്ചിമ ബംഗാളിനും ത്രിപുരയ്ക്കും പിന്നാലെ കേരളവും ചുവപ്പൊഴിയുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയ ഭൂപടത്തിൽ നിന്ന് കമ്മ്യൂണിസം നാമാവശേഷമാവുകയാണ്. അധികാരമില്ലാത്ത, ജനപിന്തുണയില്ലാത്ത ഒരു പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി MA ബേബി മാറുന്നതോടെ CPMന്റെ പ്രസക്തി ചരിത്ര പുസ്തകങ്ങളിൽ മാത്രമായി ഒതുങ്ങും. ന്യൂനപക്ഷ വോട്ടുകളുടെ അസാധാരണമായ ഏകീകരണമാണ് UDF വിജയത്തിന്റെ നട്ടെല്ലായത്. സർക്കാരിന്റെ ഇരട്ടത്താപ്പുകൾ തിരിച്ചറിഞ്ഞ ന്യൂനപക്ഷ വിഭാഗങ്ങൾ UDFന് പിന്നിൽ ഉറച്ചു നിൽക്കുകയാണ്. ദേശീയ രാഷ്ട്രീയത്തിലെ മാറ്റങ്ങളും രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യവും UDFന് കരുത്തേകി. LDFന്റെ വർഗീയ പ്രീണന നയങ്ങൾ തിരിച്ചടിയായപ്പോൾ ജനാധിപത്യ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ജനങ്ങൾ കൈപ്പത്തിക്കും കോണിപ്പടിക്കും വോട്ട് ചെയ്തു.